വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. കൂറ്റനാടിൽ ജപ്തി ഭീഷണി നേരിടുന്ന ബാലികയുടെ വീട് തിരിച്ചുപിടിക്കാൻ നാട്ടുകാർ രംഗത്ത്. പല്ലീരി വില്ലയിൽ താമസിക്കുന്ന 7 വയസ്സുകാരി ദേവികയുടെ വീടാണ് ജപ്തി ഭീഷണിയിലുള്ളത്. അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ അനാഥത്വത്തിന്റെ കൈപ്പുരസം രുചിക്കുന്ന ഈ പിഞ്ചോമന സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. 2017 ദേവികയുടെ പിതാവ് രതീഷ് വിദേശത്ത് ജോലി ചെയ്തു വരുമ്പോഴാണ് കൂറ്റനാട് വാവന്നൂർ ബറോഡ ബാങ്കിൽ നിന്നും 35 ലക്ഷം രൂപ ലോണെടുത്ത് വീട് വാങ്ങിയത്. 2022 വരെ വളരെ നല്ല നിലയിൽ തിരിച്ചടവ് നടന്നു. അതിനിടയിൽ ദേവികയുടെ അമ്മ രവീണയ്ക്ക് ക്യാൻസർ പിടിപെട്ടതോടെ ചികിത്സയ്ക്ക് വേണ്ടി രതീഷ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തി. 10 മാസത്തോളം തിരുവനന്തപുരത്ത് താമസിച്ച് RCCയിൽ ചികിത്സിച്ചെങ്കിലും രവീണ മരണത്തിന് കീഴടങ്ങി. വിസ കാലാവധി കഴിഞ്ഞതിനാൽ രതീഷിന് വിദേശത്തേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തതിനാൽ ലോണിന്റെ അടവ് മുടങ്ങിയിരുന്നു. മാനസിക സംഘർഷത്തിലൂടെ കുടുംബം കടന്നുപോകവേ ഇടുത്തി പോലെ രതീഷിന് സ്ട്രോക്ക് വരികയും തൃശൂർ മെഡിക്കൽ കോളേജിൽ വച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതോടെ ദേവിക തീർത്തും അനാഥയായി. ഇപ്പോൾ 7 വയസ്സ് പ്രായമുള്ള ദേവിക പ്രായമായ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് താമസിക്കുന്നത്. ഇവരും രോഗികളാണ്. നാട്ടുകാരുടെയും മറ്റും സഹായത്തോടെയാണ് ഇവർ ജീവിക്കുന്നത്. തിരിച്ചടവ് മുടങ്ങിയതിനാൽ ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചിരുന്നു. ഏകദേശം 61 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. ജപ്തി നോട്ടീസ് വന്നതോടെ മുത്തച്ഛൻ രാധാകൃഷ്ണൻ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചു. കമ്മീഷൻ ദേവിക മോൾക്ക് 18 വയസ്സ് തികയുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെച്ച് ഉത്തരവായെങ്കിലും ബാങ്ക് ഹൈക്കോടതിയെ സമീപിച്ച് കേസ് നടന്നുവരികയാണ്. ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറോട് ഇടപെടാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുമായി പലവട്ടം ചർച്ച നടന്നു. ഒടുവിൽ ഈ ഫെബ്രുവരിയിൽ 15 ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ ജപ്തി ഒഴിവാക്കി വസ്തു ദേവികയ്ക്ക് തിരിച്ചു നൽകാം എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. നിത്യജീവിതത്തിന് തന്നെ പ്രയാസപ്പെടുന്ന ഇവർക്ക് ഈ തുകയും കണ്ടെത്താൻ കഴിയാത്തത് കാരണം ഉദാരമതികളുടെ സഹായം തേടുകയാണിപ്പോൾ. ദേവികയ്ക്ക് സുരക്ഷിതമായി സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നതിന് സഹായിക്കാൻ കഴിയുന്നവർ മാർച്ച് 31 മുമ്പ് ബാങ്കിന്റെ ഇടപാടുകൾ പൂർത്തിയാക്കാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയിലാണ് നാട്ടുകാർ. ദേവികയുടെ മുത്തച്ഛൻ രാധാകൃഷ്ണന്റെ പേരിൽ കൂറ്റനാട് SBI ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല. ഞാൻ പിന്നെ ശേഷിക്കാരനാണ്. പിന്നെ ഇപ്പോൾ അവൻ്റെ മകൻ്റെ 7 വയസ്സായ ഒരു പെൺകുട്ടിയും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. ഇപ്പോൾ അത് വീട് ജപ്തിയായിരിക്കുന്നു. അവരുടെ പലിശ അടക്കം 64 ലക്ഷം റുപ്യ ബാങ്ക് നോട്ടീസൊക്കെ പതിച്ചു പോയി. അത് പിന്നെ ഞാൻ ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്ത് ബാലാവകാശ കമ്മീഷനിൽ ഇടപെട്ടു. അത് കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഉത്തരവായി. അപ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ലാ കളക്ടറിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ജില്ലാ കളക്ടറിനെ വിളിക്കുകയും ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴേക്കും ഇത് വലിയൊരു എമൗണ്ടായി തീരും, വീണ്ടും ജപ്തി വരും, അതുകൊണ്ട് നമുക്ക് സംസാരിച്ചിട്ട് സെറ്റിൽമെൻ്റ് ആവാം ബാങ്കായിട്ടെന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ അധികാരികളെ വിളിച്ചു, എന്നെയും വിളിച്ചു, ജില്ലാ കളക്ടറും ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ച് ബാങ്ക് അത് ലാസ്റ്റ് ഞങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോൾ 15 ലക്ഷം റുപ്യയിൽ അത് അവസാനിപ്പിച്ചു. ഈ 15 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് ഒരു പാകമില്ല. എൻ്റെ അവസ്ഥ വളരെ മോശം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സഹകരിച്ചിട്ട് ഇത് വാക്കുകൾ കിട്ടുന്നില്ല, പറയാം അത്രയും മോശമാണ്. 343972445578 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് SBI N 00132222. ന്യൂസ് ബ്യൂറോ, കൂറ്റനാട്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യൂവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.